കലിപ്പൻ രഘുവും പാവലതയും. രചന ബിബിത റിനീഷ്. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അച്ഛമ്മേ, ഞാൻ വേഗം വരാട്ടോ. അച്ഛമ്മ പേടിക്കണ്ട, ഇവിടെ അച്ഛനുണ്ടാവും. ഞാനും അമ്മയും 10 ദിവസം കഴിഞ്ഞിട്ട് വേഗം വരാം. ശരി വാവേ, അച്ഛമ്മയുടെ കുഞ്ഞ് പോയിട്ട് വാ. അച്ഛമ്മ ഇവിടെ കാത്തിരുന്നോളാം. 10 ദിവസത്തെ സ്കൂൾ അവധിക്ക് അമ്മ വീട്ടിൽ പോകുന്ന സന്തോഷത്തിലാണ് ഉണ്ണി എന്ന കാർത്തിക്. ലതയുടെ പേരക്കുട്ടിയാണ്. എല്ലാ സ്കൂൾ അവധിക്കും ഉണ്ണിയുടെ അമ്മയായ സ്നേഹയുടെ വീട്ടിൽ പോയി നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണ് ഉണ്ണിക്ക്. ഇപ്പൊ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ആള്. ഒരു സാധാരണ വീട്ടമ്മയാണ് ലത. ഭർത്താവ് ഗോവിന്ദൻ മരിച്ചിട്ട് വർഷങ്ങളായി. ഇവർക്ക് 2 മക്കളാണ്, രാജീവും രാജിയും. രാജീവ് ഒരു ഗവൺമെന്റ് ഓഫീസിലെ ക്ലർക്കാണ്. സർവീസിൽ നിന്ന് മരിച്ചുകൊണ്ട് ഗോവിന്ദന്റെ ജോലി രാജീവിന് കിട്ടി. ഭാര്യ സ്നേഹ ഹൗസ് വൈഫാണ്. ഇവരുടെ മകനാണ് ഉണ്ണി എന്ന കാർത്തിക്. രാജിയുടെ ഭർത്താവ് മാധവ് ഒരു സ്കൂൾ മാഷാണ്. രാജി ഒരു കമ്പ്യൂട്ടർ കഫേയിൽ വർക്ക് ചെയ്യുന്നു. ഇവർക്കൊരു മകനാണ്, 3ാം ക്ലാസ്സുകാരനായ വിനയ് എന്ന വിനു. എന്നാൽ ശരിയമ്മേ, ഞങ്ങൾ ഇറങ്ങുക. രാജീവനോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ശരി മോളെ, പോയിട്ട് വാ. മരുമകളെയും പേരക്കുട്ടിയും യാത്രയാക്കിയിട്ട് ആറ് വാതിലടച്ച്. ഹോ, മക്കളും മരുമക്കളും കൊച്ചുമക്കളും പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ തനിച്ച. അല്ല, തനിച്ചായിട്ട് വർഷങ്ങളായല്ലോ. അപ്പൊ പിന്നെ എന്തിനാ പേടി, എന്തിനാ സങ്കടം? അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ലതയുടെ ഫോൺ റിങ് ചെയ്ത് നോക്കിയപ്പോൾ അനിയത്തി ഗീതയാണ്. ആ പറ ഗീതേ, എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചി, ഞാൻ വിളിച്ചൊരു മരിപ്പറിയിക്കാനാ. മരിപ്പോ? ആരാ മരിച്ച്? ചേച്ചി, നമ്മുടെ വീടിന് കുറച്ചപ്പുറത്തുള്ള രഘുവേട്ടനാ മരിച്ച്. ഒരു ഉൾക്കിടലത്തോടെ ലത ചാടി എഴുന്നേറ്റു. ആൾക്ക് ശ്വാസം മുട്ടലായിരുന്നല്ലോ കുറെ കാലം. ഇന്ന് ഉച്ചക്ക് മരിച്ചു. മക്കളൊക്കെ വിദേശത്തല്ലേ, അവരൊക്കെ വന്നിട്ട് അടക്കം ചെയ്യും. ചേച്ചിക്ക് വരാൻ പറ്റുമെങ്കിൽ വരണം. ഞാനിത് പറയാനാ വിളിച്ച്. ശരി ചേച്ചി, ഞാൻ വെക്കുവാണേ. ഗീത ഫോൺ കട്ട് ചെയ്ത നിമിഷം ലതയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. ആ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ശരീരം തളർന്നു പോകുന്ന പോലെ ലതയ്ക്ക് തോന്നി. അതേപടി കട്ടിലേക്ക് കിടന്നു. രഘുവേട്ട, അവസാനം നിങ്ങളും പോയല്ലേ. എനിക്ക് തന്ന വാക്കെല്ലാം പാലിച്ചു. എല്ലാ കടമകളും ബാധ്യതകളും തീർത്തു. അവസാനം നിങ്ങളും പോയല്ലേ. പോയിക്കോളൂ, ഇനി അനുഭവിക്കാനൊന്നും ബാക്കിയില്ലല്ലോ. പക്ഷെ മരിക്കുന്നതിന് ഒരു നിമിഷം മുമ്പെങ്കിലും ഈ മുഖം ഓർത്തിരുന്നോ? ലതയുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് കടന്നു ചെന്നു. ചമ്പനാട് എന്ന ഗ്രാമം, പണക്കാരും കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഇടം. ഗ്രാമത്തിന്റെ ഐശ്വര്യമാണ് ചമ്പനാട് ദേവീ ക്ഷേത്രത്തിലെ ദേവി. അവിടെ താമസിക്കുന്ന 2 കുടുംബങ്ങൾ, സോമനും സതിയും, നാരായണനും കലയും. സോമനും സതിക്കും 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ്. നാരായണനും കലക്കും 3 പെൺമക്കളും ഒരു ആൺകുട്ടിയും. എല്ലാ വിശേഷ ദിവസങ്ങളും 2 കുടുംബക്കാരും ഒന്നിച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. 2 വീട്ടിലെയും പെൺകുട്ടികൾ തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. സോമന്റെയും സതിയുടെയും മകൾ ശോഭനയും നാരായണന്റെയും കലയുടെയും മകൾ ലതയും 2 പേരും ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. എടി തലേ നിക്കടി, അവിടെ ഞാനും വരുന്നു. അത് കേട്ടതും ലത നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. അത് കണ്ടെന്ന് ശോഭ നടപ്പ് നിർത്തി. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഓടിച്ചെന്ന് ലതയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. ഹോ, എന്തൊരു സ്പീഡാ നിനക്ക്! ഒന്ന് നിന്നൂടെ? ഞാൻ എത്ര വിളിച്ചു. ഇത്ര തിരക്ക് പിടിച്ച് പോകുന്നതിനാ? സ്കൂളിന്റെ താക്കോൽ നിന്റെ കയ്യിലാണോ? അത് കേട്ടതും ലത ശോഭയെ കൂർപ്പിച്ച് നോക്കി. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, ഞാൻ ദേഹിച്ചു പോവും. ശോഭെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ തലേന്ന് വിളിക്കരുതെന്ന്. എനിക്കത് ഇഷ്ടമല്ല. നിനക്കെന്താ എന്നെ ലതയെന്ന് വിളിച്ചാ? എടി പെണ്ണെ, നീ എന്റെ ചങ്കല്ലേ. ഞാൻ എല്ലാവരും കേൾക്കി വിളിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെന്താ പ്രശ്നം? ഇനി നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വിളിക്കുന്നില്ല, പോരെ? ശരി. അല്ല, രഘുവേട്ടനെവിടെ? ഇന്ന് നേരത്തെ പോയോ? അല്ല, ഇതിന്റെ കൂടെ കാണേണ്ടതാണല്ലോ. ആ, ഏട്ടന് നേരത്തെ പോയി. ഹോട്ടലിന്റെ മേൽനോട്ട് അച്ഛൻ ഏട്ടന്റെ കയ്യിലാണ് കൊടുത്ത്. അതുകൊണ്ട് ഇനി മുതൽ ഏട്ടൻ നേരത്തെ പോവും. രഘുവേട്ടൻ എന്തിനാടി 10 കഴിഞ്ഞപ്പോ പഠിത്തം നിർത്തിയേ? മോശമായി പോയി. വീണ്ടും പഠിക്കായിരുന്നു, ലത പറഞ്ഞു. അതിന് തലക്കകത്ത് വല്ലതും വേണം. തട്ടിമുട്ടിയും 10ാം ക്ലാസ് വരെ എത്തി. തോറ്റാലും ജയിച്ചാലും ഇനി പഠിക്കലും ചേട്ടൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് 10 ജയിച്ചപ്പോ അച്ഛൻ നടത്തിയ ഹോട്ടൽ അച്ഛൻ ചേട്ടന് കൊടുത്തു. ഇപ്പൊ അതും നോക്കിയത് സന്തോഷമായിട്ട് നടക്കുന്നു, ശോഭ പറഞ്ഞു. ശോഭയുടെ 2ാമത്തെ ആങ്ങളെയാണ് രഘു. 10 വരെ പഠിപ്പുള്ളെങ്കിലും ജീവിക്കാൻ പഠിച്ചവനാണ്. കുട്ടിക്കാലം മുതൽ ശോഭയുടെയും ലതയുടെയും കൂടെയായിരുന്നു രഘു. ആളിച്ചിരി കലിപ്പനുമാണ്. അങ്ങനെ കാലം കടന്നുപോയി. അതോടൊപ്പം അവരുടെ സൗഹൃദവും. അങ്ങനെ ശോഭയും ലതയും ഋതുമതികളായി. പാവാടയും ഷർട്ടിട്ട് നടന്നവർ പിന്നീട് ധാവണിക്കാരികളായി മാറി. അതോടെ പലതിനും വിലക്ക് വീണു. എപ്പോഴുമുള്ള കൂട്ടുകൾ വല്ലപ്പോഴുമായി. ലതയും ശോഭയും ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി. പക്ഷെ പരസ്പരം ഒന്നും പറയാറില്ല. കാരണം ലതയേക്കാൾ 2 വയസ്സിന് മൂത്തതാണ് ശോഭന. അങ്ങനെ ഇരിക്കെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയം ലത ഒറ്റക്കാണ് അമ്പലത്തിൽ പോയത്. ലത തിരിഞ്ഞു നോക്കി. അടുത്ത വീട്ടിലെ രാമു എന്ന് പറയുന്ന ചേട്ടനാണ്. എന്താ രാമേട്ടാ? ലത ചോദിച്ചു. പോക്കറ്റിൽ നിന്നൊരു എഴുത്തെടുത്ത് ലതക്ക് കൊടുത്തുകൊണ്ട് രാമു പറഞ്ഞു. ഈ എഴുത്തിൽ ലതക്ക് തരാൻ രഘു തന്നു വിട്ടതാ, ശോഭയുടെ ഏട്ടൻ രഘു. ഒരു നിമിഷം ലത പേടിച്ചു പോയി. ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് രഘുവേട്ടൻ ഇങ്ങനെ തോന്നാൻ എന്താണ് കാരണം? അവൾ എഴുത്തു വാങ്ങി തുറന്ന് വായിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ലതയ്ക്ക്, ഞാൻ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട് പെണ്ണേ. നന്നായി ആലോചിച്ചിട്ട് മറുപടി എത്രയും വേഗം തരണം.
എന്ന് നിന്റെ മാത്രം രഘുവേട്ടൻ. ലതയ്ക്ക് പേടി തോന്നി. ലതയുടെ വീട്ടിൽ ലതയുടെ അച്ഛൻ വളരെയധികം ചിട്ടയോടെയും അനുസരണയോടെയുമാണ് 4 മക്കളെയും വളർത്തിയിരുന്നത്. ഈ കാര്യം വീട്ടിലറിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഒരുപാട് ആലോചനയ്ക്ക് ശേഷം ലത ഒരു തീരുമാനമെടുത്തു. ലതയുടെ മറുപടിക്കായി രഘു കാത്തിരുന്നു. ദിവസങ്ങൾ പലതും കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ പോയി മടങ്ങി വരും വഴി ലതയുടെ മുന്നിൽ രഘു വന്ന് നിന്നു. തൊട്ടു മുന്നിൽ രഘു വന്ന് നിന്നും ലത തലകുനിച്ച് നിന്നു. അന്ന് ഉത്സവത്തിന് കണ്ടാ നിന്ന്. അന്ന് ഞാനൊരു കാര്യം കൂടി നിന്നെ അറിയിച്ചിരുന്നു. അന്ന് മുതൽ മുങ്ങി നടക്കുക നീ. പിന്നെ കാണുന്ന ഇപ്പോഴാ. എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി തരാൻ നിനക്ക് 2 ആഴ്ച സമയം വേണോ? ലത പേടിച്ച് വിറക്കുകയാണ്. പോരാത്തതിന് നെഞ്ചിരിപ്പും കൂടി വരുന്നു. വല്ലാതെ വിയർക്കുന്നുമുണ്ട്. ലതയുടെ നിൽപ്പ് കണ്ട് രഘുവിന് ചിരിയും വരുന്നുണ്ട്. എങ്കിലും ദേഷ്യത്തോടെ ചോദിച്ചു, നിനക്കെന്താടി പനിക്കുന്നുണ്ടോ? നന്നായിട്ട് വിറക്കുകയും വിയർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ലത നെഞ്ചിരിപ്പോടെ രഘുവിനെ നോക്കി. രഘു കണ്ണെടുക്കാതെ ലതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് ലത നോട്ടം മാറ്റി തലകുനിച്ച് നിന്നു. അതുകൊണ്ട് രഘുവിന് ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും അവനത് കടിച്ചു പിടിച്ച് നിന്നു. എന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞു, നേരെ നോക്കിലതേ. ലതയില്ലെന്ന് തലയാട്ടി. അതുകൊണ്ട് രഘു ലതയുടെ മുഖം പിടിച്ചുയർത്തി. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നീ തലകുനിച്ച് നിൽക്കുന്നത്? എന്നെ കാണാൻ കൊള്ളില്ലേ? എനിക്കിത് മറുപടി കിട്ടണം. പറ, എന്നെ ഇഷ്ടമാണോ അല്ലയോ? ലത നെഞ്ചിരിപ്പോടെ രഘുവിനെ നോക്കി. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇടിച്ചിടിച്ചാ നെഞ്ചു മുട്ടി പോകുമ്പോണ്ടേ ഒന്ന് ശ്വാസം വിട്. എന്നിട്ട് വായ തുറന്നു പറ, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് രഘു ചോദിച്ചു. രഘുവേട്ടാ, എനിക്ക് ഏട്ടന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ അച്ഛൻ എനിക്ക് പേടിയാ. അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കൂ. അതുകൊണ്ട് ഇങ്ങനെ ഇഷ്ടം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിന്റെ അച്ഛനോട് ഞാൻ കാര്യങ്ങൾ നേരിട്ടെന്ന് പറയാം. ഇനി അഥവാ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരും നീ. ലതയിൽ നിന്ന് തലയാട്ടി. നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ശോഭയുടെ വിവാഹം കഴിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതിനുശേഷം ഞാൻ നിന്റെ വീട്ടിൽ വരും. നിന്നെ എനിക്ക് തരുമെന്ന് ചോദിച്ചു. അതും പറഞ്ഞ് രഘു തിരിച്ചു നടന്നു. കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാതെ ലതയും വീട്ടിലേക്ക് നടന്നു. എങ്കിലും അവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് ശോഭനയുടെ മൂത്ത ചേട്ടൻ രാജന്റെ വിവാഹം. വിവാഹം നന്നായി തന്നെ നടന്നു. രാജന് എറണാകുളത്താണ് ജോലി. മാസത്തിൽ 1 പ്രാവശ്യം വീട്ടിൽ വരും. പക്ഷേ രാജന്റെ അമ്മയ്ക്ക് മരുമകളെ തീരെ ഇഷ്ടമല്ല. അവിടെ എപ്പോഴും വഴക്കും ബഹളവുമാണ്. രാജൻ വരുമ്പോൾ മാത്രമാണ് ആ വീടൊന്ന് ശാന്തമാവുന്നത്. രാജൻ പോയി കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. ഇതിനുള്ളിൽ രാജനും ഭാര്യ ശ്യാമക്കും ഒരു മകൾ ജനിച്ചു. എന്നിട്ട് പോലും ആ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നില്ല. ഒരു ദിവസം രഘു അമ്മയോടും ശ്യാമയോടും ദേഷ്യത്തിൽ പറഞ്ഞു, മനുഷ്യൻ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാ വീട്ടിൽ വരുന്നത്. അതിനും സമ്മതിക്കില്ലെന്ന് വെച്ചാ അമ്മ പോരെടുക്കാൻ വരുമ്പോ ചേച്ചി തരാൻ മിണ്ടാണ്ടിരിക്കുന്നത് വായിൽ നാവില്ലേ? നല്ല തിരിച്ചു പറഞ്ഞാൽ എന്താ? മിണ്ടാതിരുന്ന അമ്മക്ക് ആവേശം കൊടുത്തേ ഉള്ളൂ. ഓ, ഇനി ഇവന്റെ ഉപദേശം കേട്ട് എന്നോട് നീ തറുതല പറഞ്ഞാ എന്റെ കയ്യായിരിക്കും മറുപടി തരിക. കേട്ടോടി, പോടി, പോയി നിന്റെ പണിയ്. എല്ലാം കണ്ടും കേട്ടുമൊന്ന് പ്രതികരിക്കാൻ രഘുവിനും ശോഭക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. അവരും മൗനം പാലിച്ചു നിന്നു. പക്ഷെ ഒരു ദിവസം ശോഭ അമ്മയായ സതിയോട് പ്രതികരിച്ചു. അമ്മ എന്തിനാ എപ്പോഴും ചേച്ചി ഇങ്ങനെ വഴക്ക് പറയുന്നത് കഷ്ടപ്പെടുത്തുന്നു? അമ്മ പറയുന്നില്ല ആ പാവ അനുസരിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ അമ്മയുടെ പ്രശ്നം? ചേച്ചി ഒരു പാവായതുകൊണ്ടാ ഏട്ടനൊന്നും അറിയാത്ത. ഇനി സമ്മതിക്കില്ല. ഏട്ടൻ വരുമ്പോ ഞാനെല്ലാം പറയും, നോയിക്കോ. അത് കേട്ട് സതി ദേഷ്യത്തോടെ ശോഭയോട് പറഞ്ഞു, നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ ഇങ്ങനെയാ, എനിക്കറിയാം ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന്. മനസ്സിലായോടി? അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല, നോയിക്കോ. ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ ഒരു നാൾ കണക്ക് പറയേണ്ടി വരും. അത്രയും പറഞ്ഞുകൊണ്ട് ശോഭ ലതയുടെ അടുത്തേക്ക് പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ലതേ, അമ്മയുടെ ഓരോ പ്രവൃത്തി കാണുമ്പോൾ. പാവം ചേച്ചി. ശോഭെ, നിന്റെ ചേട്ടൻ വരുമ്പോൾ നീ ഉള്ള കാര്യം മുഴുവൻ പറഞ്ഞേക്ക്. എന്നിട്ട് ഏട്ടനോട് പറ പോകുമ്പോൾ ചേച്ചിയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ. അതിനെ നീ പറയാൻ പോകുന്നത്. ഏട്ടൻ വരട്ടെ. പിറ്റേന്ന് ശോഭന ചിറ്റയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് രാജനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. രാജൻ ലീവ് എടുത്ത് വീട്ടിൽ വന്നു. അന്ന് അവിടെ വലിയ ബഹളം തന്നെ ഉണ്ടായി. ഇത്രയും കാലം ഞാൻ കരുതിയത് എന്റെ ഭാര്യയും കുഞ്ഞിവിടെ സന്തോഷത്തോടെ കഴിയുന്നുണ്ടെന്നാ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇവരുടെ സന്തോഷം എന്ന് ഞാൻ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണെന്ന്. ഇനി ഇവരോട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊണ്ടുപോകാൻ ഞാനിവരെ. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ഞങ്ങൾ ഇറങ്ങുന്നു. സതിയോട് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് രാജൻ രഘുവിനെയും ശോഭനയും നോക്കി. എന്നിട്ട് പറഞ്ഞു, രഘു, എന്റെ ശ്യാമയുടെ അവസ്ഥ നിന്റെ ഭാര്യയ്ക്കുണ്ടാവരുത്. അച്ഛനും അമ്മയും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ പെണ്ണിന്റെ കണ്ണു നിറയുന്ന പ്രവൃത്തി ചെയ്താൽ പിന്നെ നീ ഇവരെ നോക്കിയത്. നമ്മുടെ മരണം വരെ നമ്മുടെ മാതാപിതാക്കളോ മക്കളോ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മുടെ ഭാര്യ, അവൾ മരണം വരെ നമ്മളോടൊപ്പം ഉണ്ടാവും. എന്റെ ശ്യാമയുടെ കിടന്ന് അനുഭവിച്ച് ശോഭന പറയുമ്പോഴാ ഞാൻ അറിയുന്നത്. ഒരുപാട് നന്ദിയുണ്ട് മോളെ നിന്നോട്. ഇപ്പോഴെങ്കിലും നീ ഏട്ടനോടെല്ലാം പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഒന്നും അറിയാത്തൊരു പൊട്ടനായി ഞാൻ ജീവിക്കേണ്ടി വന്നേനെ. ശോഭന നിറഞ്ഞ കണ്ണുകളോടെ രാജന്റെ നെഞ്ചിലേക്ക് വീണു. എന്നിട്ട് പറഞ്ഞു, ഏട്ടാ, ചേച്ചിയുടെ വേദന കണ്ടിക്കാൻ പറ്റായിട്ടാ ഞാൻ ഏട്ടനോടെല്ലാം പറഞ്ഞു. പക്ഷെ ഏട്ടൻ ചേച്ചിയെ മോളെയും കൊണ്ടുപോയാ. പോണ മോളെ, ഇനി അവളെയും കുഞ്ഞിനെയും ഇവിടെ നിർത്തിയാ ഇതിന്റെ പേരിലാവും അടുത്ത പ്രശ്നം. അതുകൊണ്ട് മോളെ ഏട്ടനെ തടയരുത്. പോയേ പറ്റൂ. ഏട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ അന്ന് തന്നെ രാജൻ ശ്യാമയും മകളെ എറണാകുളത്തേക്ക് കൊണ്ടുപോയി. പക്ഷേ ശോഭനക്ക് അതൊരു വലിയ തലവേദന തന്നെയായിരുന്നു. പിന്നീട് അതിന്റെ പേരിൽ സതിയും ശോഭനയും തമ്മിൽ എന്നും വഴക്കായിരുന്നു.
ഒരു ദിവസം രഘു ലതയെ ഇടവഴി വെച്ച് കണ്ടു. രഘുവിനെ കണ്ടപ്പോൾ ലത ചോദിച്ചു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ രഘുവേട്ടനെ മാത്രമല്ല ശോഭയും പുറത്തേക്ക് കാണുന്നില്ലല്ലോ, എന്തു പറ്റി? ചേച്ചിയും മോളും പോയതോടെ അവൾ ആകെ തകർന്നിടും. അവൾ മാത്രമല്ല ഞാനും. വാവയുടെ കളിയും ചിരിയൊന്നുമില്ല, വീട് ഉറങ്ങിയ പോലെയായി. എനിക്ക് മനസ്സിലായി രഘുവേട്ട, എനിക്ക് ശോഭയൊന്ന് കാണണം. അവളിപ്പോൾ വീട്ടിലുണ്ടോ അതോ ചിറ്റയുടെ വീട്ടിലേക്ക് തിരിച്ചു പോയോ? ഇല്ലടോ, അവളിപ്പോൾ വീട്ടിലുണ്ട്. അമ്മയായിട്ട് എപ്പോഴും വഴക്കാ. എന്നാ ഞാൻ പോയി അവളെ കാണട്ടെ. താൻ ചെല്ല്. ലത ശോഭയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ കേട്ടു അമ്മയും മകളും തമ്മിലുള്ള വഴക്ക്. നീ ഒരുത്തി കാരനാ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. പുന്നാര അനിയത്തി, നന്ദിയില്ലാത്തവളെ. ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞു എന്ന് അമ്മ പറയുന്നേ? ഇനി അഥവാ പറഞ്ഞുകൊണ്ട് തന്നെ സത്യമല്ലേ? ഞാൻ ഏട്ടനോട് പറഞ്ഞു. പാവം ചേച്ചി ഇവിടെ ഇട്ട് കുറെ കഷ്ടപ്പെടുത്തിയില്ലേ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ എപ്പോൾ നോക്കിയാലും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പാവത്തിന്റെ കണ്ണീരണ്ട് സഹിട്ടാ ഞാൻ എല്ലാം ഏട്ടനോട് പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പൊ എന്തായി? അവൻ അവളെയും കൊണ്ട് പോയില്ലേ? കുടുംബത്തിനൊരു വരുമാനം നീ കളഞ്ഞില്ലേ? അച്ഛനും രഘുവേട്ടനും ജോലി ഉണ്ടല്ലോ, മാത്രമല്ല ഞാനും തയ്യലിന് പോകണ്ടേ? ഇത്രയും വരുമാനം മതി ഈ വീടിന്. അത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് ലത മുറ്റത്ത് നിൽക്കുന്നത് കണ്ടത്. അവളെ കണ്ടതും ശോഭ ഓടിപ്പോയില്ല, അതേ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു. ലത അവൾ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചു. ശോഭെ, കഴിഞ്ഞു ഇനി എന്തിനെങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഏട്ടൻ വരും, നീ സമാധാനിക്കുക. ഞാൻ രഘുവേട്ടനെ കണ്ടിരുന്നു, എന്നോടെല്ലാം പറഞ്ഞു. അപ്പൊ തന്നെ നിന്നെ കാണാൻ ഇങ്ങോട്ട് പോന്ന. ദേ ആ വഴി തുടങ്ങിയാൽ കേൾക്കാം നിന്റെയും അമ്മയുടെയും ബഹളം. അമ്മ വെറുതെ വഴക്കുണ്ടാക്കുന്ന അടി എനിക്ക് സഹി കിട്ടും. ഓരോ കുത്തുവാക്കളും ശാപവാക്കളും ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മേനോട് ഇനി വഴക്കുണ്ടാക്കിയ ഉറപ്പായിട്ട് ഞാൻ ചത്തുകളയും. അത് കേട്ടതും ലത ഭയന്നു പോയി. പോട്ടടി, വയസ്സായവരല്ലേ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അബദ്ധങ്ങളൊന്നും കാണിച്ചേക്കരടി പെണ്ണേ. കുറച്ചു സമയം കൂടി അവിടെ ഇരുന്ന് ശോഭയെ സമാധാനിപ്പിച്ച ശേഷം ലത വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ആ നാടുണർന്ന് ശോഭയുടെ മരണവാർത്ത കേട്ടായിരുന്നു. ലത നിലവിളിയോടെ ശോഭയുടെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ കണ്ടത് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന ശോഭയാണ്. ലത ഒരു പൊട്ടിക്കരച്ചിലോടെ താഴേക്കിരുന്നു. ശോഭെ, പറഞ്ഞ പോലെ നീ ചെയ്ത് കളഞ്ഞല്ലോടി, എന്നെ തനിച്ചാക്കി കളഞ്ഞല്ലോടി നീ. ലതയുടെ നിലവിളി കേട്ട് രഘുവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. ഒരു നിമിഷം ലതയുടെ കണ്ണുകൾ സതിയിൽ ഉടക്കി നിന്നു. തന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് കരയുകയാണവർ. രഘു ലതയെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ലതയുടെ സഹോദരിമാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കൈകളിൽ ലതയെ ഏൽപ്പിച്ച് അവരുടെ രഘു പോയിക്കൊള്ളാൻ പറഞ്ഞു. പോകുന്നേരം ലത തിരിഞ്ഞ് രഘുവിനെ നോക്കി. അനിയത്തിയുടെ മരണത്തിൽ കരഞ്ഞിറങ്ങിയ കണ്ണുകളും തളർന്ന ശരീരവുമായി നിൽക്കുന്നവനെ കാണേ ലതയുടെ ഹൃദയം നീറിക്കൊണ്ടേയിരുന്നു. ലതയുടെ അനിയത്തിമാർ അവളെ താങ്ങി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ശോഭയുടെ മരണകാരണം എന്താണെന്ന് എല്ലാവരും ചോദിച്ചു. പലരും പലതും പറഞ്ഞു. ഒടുവിൽ വീട്ടിൽ ദിവസേനയുള്ള വഴക്കും പ്രശ്നങ്ങളുമാണ് കാരണമെന്ന് കണ്ടെത്തി. ശോഭനയുടെ അധ്യായം അവിടെ അവസാനിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. രഘുവും ലതയും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരേ ഒരു പെങ്ങളുടെ മരണം രഘുവിനെ ഒരുപാട് തളർത്തി. എന്നാൽ ലതയുടെ വീട്ടിൽ ലതയ്ക്ക് കല്യാണാലോചനകൾ തുടങ്ങി. ലതയുടെ അച്ഛന് ശോഭനയുടെ മരണം പേടിയായി. കറേ, എന്താണ് ഏട്ടാ? ലതയെ എങ്ങനെ ഇനി നിർത്താൻ പറ്റില്ല. വേഗം കല്യാണം നടത്തി വിടണം. ഒരു നല്ല കുടുംബത്തിലെ പയ്യന്റെ ആലോചന വന്നിട്ടുണ്ട്. അവര് ചിലപ്പോൾ അടുത്ത ആഴ്ച കണ്ടു വരും. നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എത്തണം കേട്ടോ. അല്ല നാണുവേട്ട, ഇത്ര പെട്ടെന്ന് വേണോ? ആൾക്ക് വയസ്സ് 19 ആയുള്ളൂ. വേണം കല്ലേ, വയസ്സൊന്നും നോക്കണ്ട. നീ കണ്ടില്ലേ ശോഭയുടെ അവസ്ഥ? ആ കുട്ടിയുടെ മരണം അറിഞ്ഞപ്പോൾ മുതൽ നെഞ്ചിൽ തീയ. പെൺകുട്ടികളുടെ മനസ്സിൽ എന്താണെന്നൊന്നും പറയാൻ പറ്റൂലേ. നമ്മളിടക്ക് വഴക്കുണ്ടാക്കാറുണ്ടല്ലോ. ശോഭ ചെയ്തില്ല അത് ചെയ്യരുത്. അതുകൊണ്ട് എത്രയും വേഗം ലതയുടെ വിവാഹം നടത്തണം. നാരായണന്റെ സംസാരം കരയും ശരിവെച്ചു. എന്നാൽ ഒരു ചുമരിനപ്പുറം എല്ലാം കേട്ടുകൊണ്ടിരുന്ന ലതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനസ്സിൽ മുഴുവൻ രഘുവിന്റെ മുഖം തെളിഞ്ഞു വന്നു. പിറ്റേന്ന് ലത രഘുവിനെ കണ്ട് കാര്യം പറഞ്ഞു. രഘുവേട്ട, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് പേടിയാവുന്നു. അച്ഛനെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. നിന്റെ അച്ഛനോട് ആവുമെന്ന് സംസാരിക്കാം. സമ്മതിച്ചില്ല നീ എൻ്റെ കൂടെ വരുമോ? എനിക്കതിന് പറ്റില്ല. എല്ലാവരും ഉപേക്ഷിച്ച് എനിക്ക് പറ്റില്ല രഘുവേട്ട. നീ എന്നോട് തുടക്കത്തിലേ പറഞ്ഞ ഇതൊക്കെ. പക്ഷേ എനിക്ക് അന്നും ഇന്നുള്ളിലൊരു പ്രതീക്ഷയുണ്ട്. ഞാനെന്നാലും നിന്റെ അച്ഛനെ കാണാം. നീ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ രഘു ഒരു ദിവസം ലതയുടെ വീട്ടിൽ വന്നു. അല്ല, ഇതാരാ രഘുവോ? വാവാ, എന്താ മോനെ പതിവില്ലാതെ ഇങ്ങോട്ട്? ഞാനൊരു കാര്യം പറയാനാ വന്നത്, വേറൊന്നുമല്ല. എനിക്ക് ലത ഇഷ്ടമാണ്. അവളെനിക്ക് വിവാഹം കഴിച്ചു തരുമോ? ഞാൻ അവളെ നന്നായി നോക്കിക്കോളാം. നാരായണൻ രഘുവിനെ നോക്കി. നീ എന്താ രഘു ഈ പറയണേ? നിന്റെ പെങ്ങളുടെ കൂട്ടുകാരില്ലേ അവള്? മാത്രമല്ല നിന്നെ എൻ്റെ മകനായിട്ടാണ് കണ്ടത്. പക്ഷേ നീ ഇല്ല രഘു, ഇത് നടക്കില്ല. മാത്രമല്ല ലതയുടെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ അവളുടെ വിവാഹം ഉണ്ടാവും. ചെക്കനൊരു ഗവൺമെൻറ് സർവീസ് ജോലിയുള്ളവനാ. അതുകൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. ലതയോടുള്ള സ്നേഹമോഹം മറക്കണം. ദയവ് ചെയ്ത് നിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഒരച്ഛൻ്റെ അപേക്ഷയാണ്. നാരായണൻ രഘുവിനോട് വേദനയോടെ പറഞ്ഞു. ഒരു നിമിഷം രഘുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഏയ് വേണ്ടതാണോ വെച്ചാ? എനിക്ക് മനസ്സിലാവും. ഞാനെല്ലാം മറന്നോളാം. ലതയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിന് ഞാനൊരു തടസ്സമാവില്ല. ഒരാഗ്രഹം തോന്നി, അത് നേരിട്ട് വന്ന് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ കല്യാണം തീരുമാനിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല.
സാരമില്ല, ഞാൻ പിന്മാറിക്കോളാം. ലതയുടെ കല്യാണം നമുക്ക് നന്നായിട്ട് നടത്തണം. ഈ വീട്ടിലെ ആദ്യത്തെ വിവാഹമല്ലേ, അപ്പോൾ നന്നായിട്ട് തന്നെ നടത്തണം. ഞാനുണ്ടാവില്ല അതിന്. എന്നാ പോട്ടെ. രഘുവേദനയോടെ അവിടുന്ന് ഇറങ്ങിപ്പോവാൻ നേരം അവൻ കണ്ടു ജനലടികളിൽ പിടിച്ച് തന്നെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്ന തൻ്റെ പെണ്ണിനെ. അവളുടെ മുഖത്തെ വേദന കണ്ടാലറിയാം താൻ പറഞ്ഞ മുഴുവൻ അവൾ കേട്ടു എന്ന്. വേദനയിൽ ചാലിച്ച ഒരു ചിരി അവൾക്ക് സമ്മാനിച്ച് രഘു അവിടുന്ന് പോയി. പിറ്റേന്ന്, രഘുവേട്ടാ നോക്കില്ലത്, ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല, സ്വന്തമാക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ നിന്റെ അച്ഛൻ പറഞ്ഞൊക്കെ നീയും കേട്ടില്ലേ? നിന്റെ അച്ഛൻ നിന്നെ എനിക്ക് തരില്ല. ഞാൻ വിളിച്ചാൽ നീ എൻ്റെ കൂടെ വരികയില്ല. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? നീ എന്നോട് അന്നേ പറഞ്ഞ ഒന്നും വേണ്ടെന്ന്. ഞാനാ നിന്നെ നിർബന്ധിച്ച്. പക്ഷെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും കരുതിയില്ല. വേണ്ടല്ലതേ, ആരെയും വേദനിപ്പിച്ച് നമുക്കൊരു ജീവിതം വേണ്ട. നമ്മുടെ ഇഷ്ടം നമുക്ക് മാത്രമേ അറിയൂ, വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ച് മറക്കാം. നീ അച്ഛൻ പറഞ്ഞ ആളോടുള്ള വിവാഹത്തിന് സമ്മതിക്കണം. രഘു പറഞ്ഞു കേട്ട് ലത തറഞ്ഞു നിന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു മാറ്റി രഘുവിനോട് പറഞ്ഞു, ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷേ രഘുവേട്ടൻ എനിക്കൊരു വാക്ക് തരണം. എൻ്റെ വിവാഹം കഴിഞ്ഞ രഘുവേട്ടനെ മറന്ന് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചോളാം. വേദനയോടെ രഘു ലതയെ നോക്കി. തനിക്ക് നേരെ വലത് കൈ നീട്ടി തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണവൾ. താ, എനിക്ക് വാക്കുക. എന്നാൽ ഈ വിവാഹം നടക്കും. ഇല്ലെങ്കിൽ നടക്കുന്ന ഈ വിവാഹമായിരിക്കില്ല, ലതയുടെ മരണമായിരിക്കും. രഘു ഞെട്ടിലോടെ ലതയെ നോക്കി. നീയും കൂടി എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ. ഞാൻ നിനക്ക് വാക്കിരുന്നു. നിന്റെ വിവാഹം കഴിഞ്ഞാൽ നിന്നെ ഞാൻ മറന്നോളാം, മറ്റൊരു വിവാഹം കഴിച്ചോളാം. വാക്ക്. രഘു ലതയുടെ കയ്യിൽ തൻ്റെ കൈ വെച്ച് വാക്ക് കൊടുത്തു. നിറഞ്ഞ കണ്ണോടെ രഘുവിനെ നോക്കിയിട്ട് ലത വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അവൾ പോകുന്ന നോക്കി രഘുവും വേദനയോടെ നിന്നു. 6 വർഷത്തെ തൻ്റെ പ്രണയം ഇവിടെ അവസാനിച്ചു. അങ്ങനെ ലതയുടെ വിവാഹ ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന രഘുവിനെ ലത വേദനയോടെ കാണുന്നുണ്ടായിരുന്നു. ഒടുവിൽ ലതയുടെ കഴുത്തിൽ ഗോവിന്ദന്റെ താലി വീഴുമ്പോൾ രഘുവിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന വേദനയായിരുന്നു അനുഭവപ്പെട്ടത്. പിന്നീട് ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഗോവിന്ദനോടൊപ്പം പോകാൻ തയ്യാറാവുകയായിരുന്നു ലത. എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറാൻ നേരം കണ്ടു ഒരു മരത്തിന്റെ താഴെ ഒറ്റയ്ക്ക് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കി 2 കൈകൾ കൊണ്ട് തന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന രഘുവിനെ. കണ്ണീരിൽ കുതിർന്ന ഒരു പുഞ്ചിരിയോടെ ലതയും കൈവീശി കാണിച്ചുകൊണ്ട് കാറിൽ കയറി. അവരുടെ കാറ് ദൂരെ പോയി മറയുന്നവരെ രഘു അവിടെ നിന്നു. വീണ്ടും ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ലത ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് നോക്കിയപ്പോൾ സ്നേഹയാണ്. അമ്മേ, ഞങ്ങളിവിടെ എത്തിയിട്ടോ. രാജീവേട്ടൻ വന്ന അമ്മേ? ഇല്ല മോളെ, അവൻ വരാൻ വൈകുമെന്ന് പറഞ്ഞു. എന്നാ അമ്മ വാതിൽ ലോക്ക് ചെയ്തിട്ട് കിടന്നോ. എന്തെങ്കിലും ശബ്ദം കേട്ട് തുറക്കണ്ട. ഏട്ടൻ വരുമ്പോൾ ഫോൺ ചെയ്യും, അപ്പോൾ തുറന്നാൽ മതി. ഞാൻ ഏട്ടനെ വിളിച്ച് പറയാം. ആ ശരി മോളെ. എന്നാ ശരി അമ്മേ, ഞാൻ വെക്കുവാണേ. മറുവശത്ത് ഫോൺ കട്ടായതും ലതയുടെ മനസ്സ് വീണ്ടും ഓർമ്മകളിലേക്ക് തിരിച്ചുപോയി. വിവാഹം കഴിഞ്ഞ് ലത വന്ന് കയറിയത് ഒരു വലിയ കൂട്ടുകുടുംബത്തിലേക്കാണ്. എല്ലാവരും നല്ല സ്നേഹമുള്ളവരായിരുന്നു. ഗോവിന്ദന്റെ അമ്മയ്ക്കും അച്ഛനും ലത മരുമകളല്ലായിരുന്നു, മകൾ തന്നെയായിരുന്നു. ഗോവിന്ദനും ലതയെ ഒരുപാട് സ്നേഹിച്ചു. ലത തിരിച്ചും ഗോവിന്ദനെ ഒരുപാട് സ്നേഹിച്ചു. കഴിഞ്ഞതെല്ലാം ലത പതിയെ മറന്നു തുടങ്ങി. ഭർത്താവുമായി സന്തോഷത്തോടെ ജീവിതം ജീവിച്ചു. അവർക്ക് 2 കുട്ടികൾ ജനിച്ചു, രാജീവും രാജിയും. ലതയുടെ വിവാഹം കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു രഘുവിന്റെ വിവാഹം. ഭാര്യ വത്സല, അവർക്ക് 2 കുട്ടികൾ ജനിച്ചു, ദിവ്യയും വിദ്യയും. എല്ലാം മറന്ന് രഘുവും തന്റെ കുടുംബത്തിനൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരിക്കലൊരു ഓണാവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു ലതയും കുടുംബവും. പിറ്റേന്ന് അമ്പലത്തിൽ തൊഴുത് തിരിച്ചു വരും വഴി രഘുവിനെയും ഭാര്യയും മക്കളെയും ലത കണ്ടു. ലതയുടെ കുടുംബത്തെ രഘുവും കണ്ടു. ഒരു ചെറുപുഞ്ചിരിയോടെ ലത രഘുവിനെ നോക്കി. രഘു തിരിച്ചു അതുപോലെ ലതയെ നോക്കി. സുഖാണോ ലതേ? ലത ചിരിയോടെ തലയാട്ടി. ഭർത്താവിനെയും മക്കളെയും രഘുവിന് പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ രഘു തിരിച്ചു രഘുവിന്റെ ഭാര്യയും മക്കളെയും പരിചയപ്പെടുത്തി കൊടുത്തു. ശേഷം 2 കൂട്ടരും പിന്തിരിഞ്ഞ് നടന്നു. അമ്പലത്തിൽ പോയി തിരിച്ചു വന്ന ശേഷം രഘുവിന്റെ ഭാര്യ വത്സല രഘുവിനോട് ചോദിച്ചു, ഏതാ പെണ്ണ്? ഏത് പെണ്ണ്? ഇന്ന് അമ്പലത്തിൽ പോകും വഴി പരിചയപ്പെടുത്തിയ പെണ്ണില്ലേ, അവളെ ഏതാണെന്ന്? ഞാൻ പറഞ്ഞല്ലോ, നാരായണേട്ടൻ്റെ മോളിൽ അതാ. എന്നാ നീതിയുടെ കൂട്ടുകാരി കൂടെ അവള്. ഓ, നിങ്ങളുടെ പഴയ കാമുകി, അങ്ങനെ പറ, എന്നാലും എനിക്ക് ശരിക്കും മനസ്സിലാവൂ. നിന്റെ കാരണം പോച്ച് ഞാൻ തന്നാ അതിനേക്കാൾ നല്ല രീതിയിൽ നിനക്ക് മനസ്സിലാവും. വേണോ നിനക്ക്? വത്സല പേടിയോടെ അറിയാതെ കവിളിൽ കൈവച്ച് രഘുവിനെ നോക്കി. കുറെ കാലായി നീ അവളുടെ പേര് പറഞ്ഞ എന്നെ കളിയാക്കുന്നു. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഏത് നശിച്ച നേരത്താണാവും നിന്നോടെല്ലാം പറയാൻ തോന്നിയത്? നിങ്ങളെന്തിനാ മനുഷ്യൻ എന്നോട് ചൂടാവുന്നു? അവളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കതാ പൊള്ളുന്നുണ്ടോ? അതേടി, എനിക്ക് പൊള്ളുന്നുണ്ട്. ഞാൻ കാരണം കുറെ കരഞ്ഞിട്ടുണ്ട്. ആ പാവം നോക്കി വളർത്തിയ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷത്തിനും സമാധാനത്തിനും കൂടെ പിറപ്പുകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാനും സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും വെടിഞ്ഞ പെണ്ണാവള്. എന്തിന്? എന്നോട് ഇഷ്ടം പോലും എൻ്റെ സ്വാർത്ഥ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നവളാ. നിനക്കറിയോ, എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് പ്രണയം തോന്നിയ പെണ്ണാവള്. കല്യാണം കഴിക്കാനും കൂടെ ജീവിക്കാനും ഞാൻ ഒത്തിരി ആഗ്രഹിച്ച. പക്ഷെ എൻ്റെ ഇഷ്ടം ഞാൻ അവളെ അറിയിച്ചപ്പോൾ അവൾ തന്നെ എന്നോട് പറഞ്ഞ ഒരിക്കലും ഒരുമിച്ച് ജീവിതം ഉണ്ടാവില്ലെന്നും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും തന്ന് അവസാനം അവളെ കരയിപ്പിക്കരുതെന്നും. അന്നത്തെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ ഞാൻ പിടിച്ചു വാങ്ങിയതാ അവളുടെ സ്നേഹം.
6 വർഷം ആരും അറിയാതെ പൊന്നുപോലെ പ്രണയിച്ചവരാ ഞങ്ങള്. അവസാനം അവൾ കൊടുത്ത വാക്ക് പോലും പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. രഘു ആദ്യമായി തോറ്റുപോയത് അവിടെയാ. ഒരു ഭാഗത്ത് അനിയത്തിയുടെ വേർപാട്, മറുഭാഗത്ത് മോഹിച്ച പെണ്ണിന്റെയും. നിനക്കറിയോ, ലത എനിക്ക് തരുമെന്ന് ഞാൻ അവളുടെ അച്ഛനോട് പോയി ചോദിച്ചതാ. പക്ഷേ സ്വന്തം മകളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും കണ്ട അച്ഛന്റെ മുമ്പിൽ എനിക്ക് തോറ്റു കൊടുക്കേണ്ടി വന്നു. അന്ന് അവിടെ വീട്ടിൽ നിന്നിറങ്ങിയ പിറ്റേ ദിവസം ഞാൻ എൻ്റെ പ്രണയം എന്നേക്കായിട്ട് അവസാനിപ്പിച്ചു. പക്ഷെ പിരിയുന്നതിന് മുമ്പ് ഞങ്ങളൊരു വാക്ക് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറന്നോളാന്നും, വീട്ടുകാർ തീരുമാനിക്കുന്ന ആളെ വിവാഹം കഴിച്ചോളാന്നും, അവരുടെ കൂടെ സന്തോഷത്തോടെ ജീവിച്ചോളാന്നും. അന്ന് അവൾ കൊടുത്ത വാക്കിന്റെ പരാണടി നീ ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. വത്സല രഘുവിനെ നോക്കി. ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന രഘുവിനെ കാണേ ഒരു നിമിഷം വത്സല ഭയന്നു. അത് കണ്ട രഘു അടുത്തിന്ന് പറഞ്ഞു, നോക്ക് വത്സലേ, ലത ഇപ്പോൾ ഒരാളുടെ ഭാര്യയാണ്. ഭർത്താവും മക്കളായി സന്തോഷത്തോടെ ജീവിക്കുകയാണ് അവള്. അതുപോലെ തന്നെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നീയും മക്കളും മാത്രമാണ് എൻ്റെയും സന്തോഷം. ഇനി നമുക്കിടയിൽ ഈ വിഷയം സംസാരിക്കാൻ ഇടയാവരുത്. ഇനി വീണ്ടും നീ ലതയുടെ കാര്യം പറഞ്ഞ് എന്നോട് വഴക്കിന് വന്ന ഈ രഘുവിന്റെ മറ്റൊരു മുഖം നീ കാണും. അത്രയും പറഞ്ഞുകൊണ്ട് രഘു പുറത്തേക്ക് പോയി. ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്തയിൽ വത്സല നിന്നുപോയി. അങ്ങനെ വീണ്ടും കാലം കടന്നുപോയി. അതോടൊപ്പം ലതയുടെ ജീവിതവും മാറി മറിഞ്ഞു. യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരാളായിരുന്നു ഗോവിന്ദൻ. ഒരു ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഗോവിന്ദനെ കണ്ടപ്പോൾ ലതയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി കുടിച്ചിട്ടുണ്ടെന്ന്. അത് കണ്ട് ലത ദേഷ്യത്തോടെ ചോദിച്ചു, ഗോവിന്ദേട്ടാ കുടിച്ചിട്ടുണ്ടോ? അതിനെയാളൊന്നും മൂളി. ഏട്ടൻ ഇങ്ങനെ ശീലം ഉണ്ടായിരുന്നില്ലല്ലോ, എന്തിനിപ്പോ എന്താ ഇങ്ങനെ? ഒരുപാടൊന്നുമില്ലടേ, ഒരു ഗ്ലാസ്. കൂട്ടുകാരൻ്റെ ഒരു ചെറിയ പാർട്ടി, അവൻ നിർബന്ധിച്ചപ്പോൾ ഗ്ലാസ് കഴിച്ചു, അത്രയേ ഉള്ളൂ. ഇനി ഉണ്ടാവില്ല, സത്യം. അത് കേട്ടപ്പോൾ ലതയ്ക്ക് സമാധാനമായി. സത്യം ചെയ്ത നിലക്ക് ഇനി ആവർത്തിക്കില്ലെന്ന് ലതയും അയാൾ വിശ്വസിച്ചു. പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയായിരുന്നു ലതയുടെ ജീവിതത്തിന്റെ താളം തെറ്റൽ. ഇനി കുടിക്കില്ലെന്ന് വാക്കൊടുത്ത ഗോവിന്ദൻ വീണ്ടും കുടിച്ചു. പതുക്കെ പതുക്കെ അയാൾ മദ്യത്തിന് അടിമയായി. വീട്ടിൽ നിന്നും വഴക്കായി, ബഹളമായി. ജോലി ചെയ്ത് കിട്ടുന്ന കാശിന് മുഴുവൻ കുടിച്ച് നശിക്കാൻ തുടങ്ങി. വീട്ടിൽ വൈകി വരാൻ തുടങ്ങി. വീട് ചെലവിനുള്ള പണം പോലും കൊടുക്കാതെയായി. സൈകെട്ട് ലത ഗോവിന്ദനോട് പൊട്ടിത്തെറിച്ചു, നിങ്ങളിത് എന്ത് ഭാവിച്ച ഗോവിന്ദേട്ട? കിട്ടുന്ന കാശ് വീട്ടിൽ തരുന്ന വരെ കുടിച്ചു തീർക്കണം വേണ്ട? എന്നെ മക്കളെയും കഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണോ? മുഖമടച്ചൊരടിയായിരുന്നു മറുപടിയായി കിട്ടിയത്. ഒരു നിമിഷം ലതയ്ക്ക് തലയുറ്റുന്ന പോലെ തോന്നി. കൗളിൽ കൈവച്ച് പേടിയോടെ ഗോവിന്ദനെ നോക്കി. നിർത്തടി പന മോളതിന്റെ പ്രസംഗം. ഞാൻ കുടിക്കുന്നുണ്ടെങ്കിലേ അത് ഞാൻ ഉണ്ടാക്കുന്ന കാശ് കൊണ്ടാ, അല്ലാതെ കട്ടുമോട്ടിച്ച് കിട്ടിയോണ്ടല്ല. മനസ്സിലായോടി? പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ ചെലവിനിരുന്നില്ലാന്ന്. കുറെ നാള് ഞാൻ ചെലവിനുള്ളത് തന്നില്ലേ? അതൊക്കെ നീയും നിന്റെ മക്കളും കുറെ തിന്നില്ലേ? ഇനി ഞാൻ ഒന്നും തരില്ല. എന്റെ കാശ് എനിക്കുള്ളതാ, എനിക്ക് മാത്രം. വീട്ടിലെ ചെലവ് നടത്തണമെങ്കിൽ നീ ജോലിക്ക് പോടി. എന്താ പറ്റുമോ നിനക്ക്? എങ്ങനെ പറ്റാനാ? വെറും +2 ആയ നിനക്ക് എന്ത് ജോലിയാടി കിട്ടുന്നത്? കിട്ടൂലെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാ നീ കാണിച്ചാടി. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ പുറത്തേക്ക് പോയി. പിറ്റേന്ന് മുതൽ ലതൊരു ജോലിക്ക് വേണ്ടിയുള്ള അലച്ചിലായിരുന്നു. ഓരോ ഓഫീസും കയറി ഇറങ്ങി. ഒരുപാട് അലഞ്ഞ് അവസാന ഒരു സ്ഥാപനത്തിൽ 6 മാസത്തെ താൽക്കാലിക ജോലിക്കാരിയായി കയറി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം നോക്കി മക്കളെ പഠിപ്പിച്ചു. സ്വയം പട്ടിണി കിടന്ന് മക്കൾക്ക് വയറു നിറയോളം ഭക്ഷണം കൊടുത്തു. അപ്പോഴേക്കും ഗോവിന്ദൻ പൂർണ്ണമായും മുഴുക്കുടിയനായി മാറിയിരുന്നു. അതിന്റെ ഫലമെന്നോണം പതിയെ പതിയെ അയാൾ ഒരു രോഗിയായി മാറി. ഓരോ ആശുപത്രികളിലായി മാറി മാറി കയറിയിറങ്ങി. അപ്പോഴൊന്നും അവരെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഓടി നടക്കാൻ ലതയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാന മരണക്കിടക്കയിൽ വെച്ച് ലതയുടെ കൈ പിടിച്ച് ഗോവിന്ദൻ പറഞ്ഞു, ലതേ, എന്നോട് പൊറുക്കണം. എൻ്റെ അമിതമായ കുടികാരണ ഇപ്പൊ ഇങ്ങനൊരവസ്ഥയിൽ ഞാനായത്. എത്രയോ തവണ നീ എന്നെ തിരുത്താൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ നിന്നെയും മക്കളെയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ദേഹോപദ്രവം വരെ ചെയ്തു. മക്കളെ പോലും നോക്കിയില്ല. നിന്നോടും മക്കളോടും ഞാൻ ചെയ്തു കൂട്ടിയതിൻ്റെ ശിക്ഷയായത് അനുഭവിച്ചേ പറ്റൂ. ഗോവിന്ദേട്ടാ, ഇങ്ങനെയൊന്നും പറയരുത്. ഒന്നും സംഭവിക്കില്ല. സമാധാനമായിട്ട് കിടക്ക്. ഇല്ല ലതേ, എനിക്ക് പറയണം. ഞാൻ മരിച്ചാലും നീയും മക്കളും നന്നായിട്ട് ജീവിക്കണം. എൻ്റെ സർവീസ് കഴിയാൻ ഇനിയുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എൻ്റെ ജോലി നമ്മുടെ മോന് കിട്ടും. അതുപോലെ നിനക്കും വിധവയുടെ പെൻഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ പോയാലും നിങ്ങൾക്ക് ഇനി കഷ്ടപ്പെടേണ്ടി വരില്ല. ലതേ, നമ്മുടെ മകനോട് നീ പറയണം, ഒരിക്കലും അച്ഛനെ പോലെ ആവരുതെന്ന്. അവനൊരിക്കലും അങ്ങനെ ആവില്ലെന്ന് എനിക്കറിയാം. കാരണം നീയല്ലേ അവനെ വളർത്തിയത്. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും വളർന്ന കുട്ടികളാവര്. അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വരില്ല. എന്നാലും നിന്റെ കടമ നീ ചെയ്യണം. അധികം വൈകാതെ ഗോവിന്ദൻ മരണത്തിന് കീഴടങ്ങി. ഗോവിന്ദന്റെ മരണ വാർത്ത രഘുവും അറിഞ്ഞു. രഘുവേട്ടാ,
നമുക്ക് അവിടെ വരെ ഒന്ന് പോകണ്ടേ? വത്സല രഘുവിനോട് ചോദിച്ചു. വേണ്ട വത്സലേ, അവിടെ കണ്ണിരിയാൻ കുറെ കണ്ടതാ. ഇനി ഈ ഒരു അവസ്ഥയിൽ എനിക്കവിടെ കാണാൻ വയ്യ. അതുകൊണ്ട് നമുക്ക് പോകണ്ട. രഘു പറഞ്ഞത് വത്സലയും ശരിവെച്ചു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. സർവീസിൽ നിന്ന് മരിച്ചുകൊണ്ട് ഗോവിന്ദന് ജോലി മകനായ രാജീവിന് കിട്ടി. അതോടൊപ്പം ലതയ്ക്ക് വിധവാ പെൻഷനും കിട്ടി തുടങ്ങി. പതുക്കെ ലതയെല്ലാം മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ബാധ്യതകൾ പതിയെ തീർന്നു വന്നു. അങ്ങനെ വീണ്ടും കാലം കടന്നുപോയി. ലതയുടെ 2 മക്കളും വിവാഹിതരായി. അവർക്ക് മക്കളും ജനിച്ചു. അതോടൊപ്പം തന്നെ രഘുവിന്റെ മക്കളും വിവാഹിതരായി. 2 പേരും വിദേശത്താണ്. എല്ലാവരും എല്ലാം മറന്നുപോലെയായി. കാലം പിന്നെ ഇഴഞ്ഞു നീങ്ങി. ലതയുടെ അച്ഛന്റെ മരണ ദിവസം വർഷങ്ങൾക്ക് ശേഷം രഘു ലതയും കണ്ടുമുട്ടി. കഴുത്തിൽ താലിയില്ലാതെ നെറ്റിയിൽ സിന്ദൂരമില്ലാതെ വിധവയായ ലതയെ കണ്ട് രഘു പരിതപിച്ചു. ലതയുടെ അച്ഛന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വീടൊഴിഞ്ഞു. ആ വീട്ടിലെ അമ്മയും മക്കളും മാത്രമായി. ദിവസങ്ങൾ കഴിഞ്ഞ് അച്ഛന്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ലത തിരിച്ചു പോകുന്ന ദിവസം വഴിയിൽ വെച്ച് രഘുവിനെ വീണ്ടും കണ്ടു. ഒന്ന് മനസ്സോളം സംസാരിക്കാൻ രഘുവിനെ തോന്നി. ലത രഘുവിനെ നോക്കി. ഇങ്ങനൊരു അവസ്ഥയിൽ നിന്നെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സുഖമാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ അതൊന്നും ചോദിക്കാനും തോന്നുന്നില്ല. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുക, ഈ തനിച്ചുള്ള ജീവിതത്തിൽ നീ സന്തോഷവതിയാണോ? രഘുവിന്റെ ചോദ്യം കേട്ടതും ഒരു പുൻചിരിയോടെ ലത രഘുവിനോട് പറഞ്ഞു. ആര് പറഞ്ഞു രഘുവേട്ടാ ഞാൻ തനിച്ചാണെന്ന്? ഗോവിന്ദേട്ടൻ പോയപ്പോൾ ഞാൻ തനിച്ചായിരുന്നില്ല. എനിക്ക് കൂട്ടെൻ്റെ മക്കളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ജീവിച്ച്. ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. കാരണം ഇപ്പം എനിക്ക് കൂട്ടായിട്ട് എൻ്റെ മക്കൾ മാത്രമല്ല, എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും എന്നോടൊപ്പം ഉണ്ട്. അവരെനിക്കിപ്പോൾ ഉള്ള കാലത്തോളം ഞാൻ തനിച്ചല്ല രഘുവേട്ടാ. ഒരുപാട് സന്തോഷവതിയാണ് ഞാനിപ്പോൾ. പോട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് ലത രഘുവിനെ മറികടന്ന് പോയി. ലത പോകുന്നു നോക്കി നിറഞ്ഞ സംതൃപ്തിയോടെ രഘു നോക്കി നിന്നു. ഓർമ്മകളിൽ നിന്നും ലത ഉണർന്നു. അന്നാണ് ഞാൻ രഘുവേട്ടനെ അവസാനമായിട്ട് കാണുന്നത്. ഇന്നിതാ മനുഷ്യനെ എന്നേക്കുമായി എല്ലാവരോടും വിട പറഞ്ഞിരിക്കുന്നു. ഞാൻ പോകണം, അവിടേക്ക് പോകണം, അവസാനമായി കാണണം. അപ്പോഴാണ് കോളിംഗ് ബെല്ല് കേട്ടത്. നോക്കിയപ്പോൾ തന്റെ മകനാണ്. ലത വാതിൽ തുറന്നു. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലത കാര്യം പറഞ്ഞ്. മോനെ, ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. ഒരു മരിപ്പുണ്ട്, നീ വരുന്നുണ്ടോ? അമ്മ നേരത്തെ പറഞ്ഞതെങ്കിൽ ഞാൻ ലീവ് എടുത്തേനെ. ഇതിപ്പോൾ നടക്കും തോന്നില്ല. മാത്രമല്ല ഇപ്പോൾ ജോലി ഭാരം കുറച്ച് അധികം കൂടിയിട്ടുണ്ട്. ആരാ മരിച്ചമ്മേ? രാജീവ് ചോദിച്ചു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാ. പോരാത്തിന് എൻ്റെ കൂട്ടുകാരിയുടെ ഏട്ടനും. ഗീത ഇപ്പോഴെന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ നിന്നോടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. തിരക്ക് മാറ്റി വെക്കേണ്ട, ഞാൻ തനിച്ച് പോയിക്കോളാം. നാളെ രാവിലെ എന്നെ ഒന്ന് ബസ് സ്റ്റാൻഡിലാക്കി തന്നാൽ മതി. നാളെ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എന്നാൽ ശരി, അങ്ങനെ ഓട്ടെ, നേരത്തെ കിടക്കാം. പിറ്റേന്ന് രാവിലെ ലതയെ ബസ് കയറ്റി വിട്ടിട്ടാണ് രാജീവ് ഓഫീസിൽ പോയത്. ശേഷം വീട്ടിൽ കയറിയിട്ടാണ് രഘുവിന്റെ വീട്ടിലേക്ക് പോയത്. ചെന്നപ്പോൾ കണ്ടു വീടിന് മുമ്പിൽ ആൾക്കൂട്ടം. നടക്കുമ്പോൾ കൈകാലുകൾ കുഴയും പോലെ, ശരീരം വിറക്കുന്ന പോലെ. ഒരുവിധം നടന്ന അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു തറയിൽ വെള്ളം ഉതപ്പിച്ച് കിടത്തിയിരിക്കുന്ന രഘുവിനെ. തൊട്ടരികിൽ ഏങ്ങിക്കറിയുന്ന വത്സലയും മക്കളും. ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ആളിക്കത്തുന്ന ചിതലി രഘുവിന്റെ ശരീരം ദഹിച്ചില്ലാതെയാവുന്നു. ദൂരെ നിന്നും മരവിച്ച മനസ്സോടെ ലത നോക്കി നിന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ലത വത്സലയുടെ അടുത്തേക്ക് ചെന്ന് കരഞ്ഞു. വാടിത്തളർന്ന് കിടക്കുകയാണവർ. അവരുടെ തലയിലായി ഒന്ന് തഴുകിക്കൊണ്ട് ലത അവരെ സമാധാനിപ്പിച്ചു. ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു വന്നവളാ ഞാനും. അന്ന് എനിക്ക് കൂട്ടായിട്ട് എൻ്റെ മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തന്ന ധൈര്യത്തിലും ചേർത്ത് പിടിക്കില്ല ഞാൻ നിവർന്ന് ഇന്ന് എനിക്ക് കൂട്ടായിട്ട് എൻ്റെ മക്കൾ മാത്രമല്ല, ഞാൻ അവർക്ക് കൊടുത്ത കുടുംബവും എന്നോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ നിന്നോടൊപ്പം നിന്റെ മക്കളും അവരുടെ കുടുംബവും നിന്നോടൊപ്പം ഉണ്ടാവും. നീ ഒരിക്കലും തനിച്ചല്ല വത്സല. ഒരു നോവോടെ വത്സല ലതയെ നോക്കി പറഞ്ഞു. നിന്റെ പേര് പറഞ്ഞ് ഞാൻ ആ മനുഷ്യനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അതിൻ്റെ പേരിൽ ആ മനുഷ്യനെ വേദനിപ്പിച്ചിട്ടില്ല. ഒരു തവണ പരിധി വിട്ടപ്പോൾ വഴക്ക് പറഞ്ഞു. പക്ഷെ അതെന്നെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, എൻ്റെ മനസ്സിൽ ലതയില്ല, നീയും മക്കളും മാത്രമേ ഉള്ളൂ എന്ന്. ആ പറഞ്ഞ് ഇപ്പോഴും എൻ്റെ കാതിലുണ്ട്. ഏങ്ങിക്കരഞ്ഞു പറയുന്ന വത്സലയെ ലത ചേർത്ത് പിടിച്ചു. രഘുവേട്ടൻ അങ്ങനെയാ വത്സലയെ, സ്നേഹിക്കാനറിയും. ആരെയും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കില്ല. കളങ്കമില്ലാത്ത സ്നേഹം ആ മനുഷ്യൻ നിനക്കും മക്കൾക്കും തന്ന്. എനിക്കറിയാൻ ലതേ, എത്രയോ തവണ ഞാനത് മനസ്സിലാക്കിയതാ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പോലും. ലത വത്സലയെ നോക്കി. മരിക്കും മുമ്പ് രഘുവേട്ടനൊരു കാര്യം എന്നോട് പറഞ്ഞു. വത്സലെ, ഞാൻ മരിച്ചുപോയൊരു പക്ഷേ എന്നെ കാണാൻ ലത വരും. അപ്പം നീ അവളൊന്നും പറയരുത്. എന്തു വന്നാലും നിന്നെ സമാധാനിപ്പിക്കാതെ അവൾ പോവില്ല, എനിക്കത് ഉറപ്പാണ്. ലത നിറഞ്ഞ മിഴികളോടെ വത്സലയെ നോക്കി ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ചു. തോളിൽ തട്ടിപ്പതിയെ സമാധാനിപ്പിച്ചാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയത്. തിരിച്ച് വീട്ടിൽ വന്ന എല്ലാവരോടും യാത്ര പറഞ്ഞ് വൈകുന്നേരത്തോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. രാത്രി വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ഒരു നക്ഷത്രം തന്നെ നോക്കി തിളങ്ങുന്നു കണ്ടു. ആ നിമിഷം വത്സല തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ലതയുടെ മനസ്സിലൂടെ കടന്നുപോയി. അറിയാൻ രഘുവേട്ട, ആ തിളങ്ങുന്ന നക്ഷത്രം നിങ്ങളാണെന്ന്. ഇത്രയധികം സ്നേഹിച്ചിരുന്ന ഈ പെണ്ണിനെ. പറയുന്നതിനോടൊപ്പം 2 തുള്ളി കണ്ണുനീർ ലതയുടെ കണ്ണിൽ നിന്ന് അടർന്നു വീണു.
ആ നിമിഷം ഒരു തണുത്ത ഇളം കാറ്റ് ലതയെ തഴുകി കടന്നുപോയി. ആ സമയം ലതയുടെ ചുണ്ടിലും ഒരു ഇളം പുഞ്ചിരി ഉണ്ടായിരുന്നു.